ഒരൊറ്റ വിറ്റാമിൻ, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടല്ലേ? അതെ, അതാണ് വിറ്റാമിൻ ഇ. അപ്പോ എന്താണ് ഈ വിറ്റാമിൻ ഇ? ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എവിടെ നിന്നൊക്കെ നമുക്കിത് കിട്ടും? പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ? ഇതെല്ലാം നമുക്ക് ഈ ഒരു വിവരണത്തിലൂടെ വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് വെച്ചാൽ, ആദ്യം തന്നെ വിറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളിലേക്ക് കടക്കാം. പിന്നെ ഇത് എവിടെ നിന്നൊക്കെ കിട്ടുമെന്നും സപ്ലിമെന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമ്മൾ ചർച്ച ചെയ്യും. വിറ്റമിൻ ഇയുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാൻ നിങ്ങൾ റെഡിയായിരിക്കും അല്ലേ? പക്ഷേ അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിറ്റമിൻ നമ്മുടെ ശരീരത്തിന്റെ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് പറയാം. അപ്പോ ആ സൂപ്പർ ഹീറോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കാദ്യം നോക്കാം. വിറ്റാമിൻ ഇ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരൊറ്റ വസ്തുവാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ടോക്കോഫെറോളുകൾ എന്ന് പറയുന്ന പലതരം സംയുക്തകൾ ചേർന്ന ഒരു ഗ്രൂപ്പാണിത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് ഫാറ്റ് സോല്യുബിൾ ആണ്, അതായത് കൊഴുപ്പിലലിയുന്നത്. നമ്മുടെ ശരീരം ഇത് ആഗിരണം ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കൊഴുപ്പ് ഉപയോഗിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഈ ഒരു സ്വഭാവമാണ്. അപ്പോ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഇയുടെ പ്രധാന ശത്രു ആരാണെന്നറിയോ? അതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായി തോന്നാം, പക്ഷെ സിമ്പിളാണ്. നമ്മുടെ കോശങ്ങളിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമല്ലോ. അതിന്റെ ഭാഗമായി ഫ്രീ റാഡിക്കലുകൾ എന്ന ചില മോശം ആളുകൾ ഉണ്ടാവും. ഇവർ നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കും. പ്രായമാവുന്നതിനും പല അസുഖങ്ങൾക്കും പ്രധാന കാരണം ഈ ഫ്രീ റാഡിക്കലുകളാണ്. അപ്പോൾ വിറ്റമിൻ ഇ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഫ്രീ റാഡിക്കലുകളെ തുരത്തുന്ന ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കും, ഒരു ബോഡിഗാർഡിനെ പോലെ. അപ്പോ ഈ ഫ്രീ റാഡിക്കലുകളെയൊക്കെ തുരത്തിയിട്ട് വിറ്റാമിൻ ഇ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് തരുന്നതെന്ന് നോക്കിയാലോ? നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഹൃദയത്തിന്റെ കാര്യം പറയുമ്പോൾ വിറ്റാമിൻ ഇ ഒരു രക്ഷകൻ തന്നെയാണ്. നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി പ്രശ്നമുണ്ടാക്കുന്ന ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL, അതിനെ കുറയ്ക്കും. അതുപോലെ തന്നെ ഹൈ ട്രൈഗ്ലിസറൈഡ്സ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നിയന്ത്രിക്കാനും സഹായിക്കും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താ സംഭവിക്കുക? ഹൃദ്രോഗം വരാനുള്ള സാധ്യത സ്വാഭാവികമായും കുറയും. ഇനി അടുത്തത് ഫാറ്റി ലിവർ. മദ്യപിക്കാത്ത ആളുകളിലും ചിലപ്പോൾ കരളിൽ കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് കരളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കുറയ്ക്കാനും അതുവഴി ലിവറിന് വരുന്ന ഡാമേജ് തടയാനും വിറ്റമിൻ ഇ സഹായിക്കും. സ്ത്രീകൾക്ക് വളരെ പ്രയോജനകരമായൊരു കാര്യമാണിത്. ആർത്തവ സമയത്തുണ്ടാവുന്ന ആ കഠിനമായ വേദനയും വയറുവേദനയും ഒക്കെ കുറയ്ക്കാൻ വിറ്റാമിൻ ഇ സഹായിക്കുമെന്ന് ഒരുപാട് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫിഷ് ഓയിലിന്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ റിസൾട്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും. നിങ്ങൾ പല സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ക്രീമുകളിലുമൊക്കെ വിറ്റമിൻ ഇ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിന് നല്ലൊരു കാരണമുണ്ട്. നമ്മുടെ ചർമ്മത്തിന് ആ ഒരു യുവത്വവും ഭംഗിയുമൊക്കെ കൊടുക്കുന്നൊരു പ്രോട്ടീനാണ് കൊളാജൻ. ഈ കൊളാജന്റെ ഉൽപ്പാദനം കൂട്ടാൻ വിറ്റമിൻ ഇ സഹായിക്കും. അതുകൊണ്ടാണ് ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ഇത് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്. ഇനി നമ്മുടെ തലച്ചോറിലേക്ക് വരാം. വിറ്റാമിൻ ഇ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ഒരുപാട് മെച്ചപ്പെടുത്തുന്നുണ്ട്. ഓർമ്മശക്തി കൂട്ടാനും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനുമൊക്കെ ഇത് നല്ലതാണ്. പ്രായമാകുമ്പോൾ വരാൻ സാധ്യതയുള്ള അൽഷിമേഴ്സ് പോലുള്ള മറവി രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും വിറ്റാമിൻ ഇ പതിവായി കഴിക്കുന്നത് സഹായിക്കുമെന്നാണ് പറയുന്നത്. പ്രായമായവർക്ക് വിറ്റാമിൻ ഇ ഒരു യഥാർത്ഥ കൂട്ടാളിയാണ്. കാരണം പ്രായമാകുമ്പോൾ സ്വാഭാവികമായി വരുന്ന പല പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്. ഉദാഹരണത്തിന് എല്ലുകളുടെയും സന്ധികളുടെയും ബലം കൂട്ടുന്നു, കുറഞ്ഞു വരുന്ന രോഗപ്രതിരോധ ശേഷി ബൂസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ഒക്കെ ഫലമായിട്ട് ഇടയ്ക്കിടെ അസുഖങ്ങൾ വരുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കും. നമ്മളിപ്പോ ജീവിക്കുന്നത് ഒരുപാട് മലിനീകരണമുള്ള ഒരു കാലത്താണ്, അല്ലേ? വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമൊക്കെയുള്ള പുക നമ്മുടെ ശ്വാസകോശത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വിറ്റാമിൻ ഇ ഈ മലിനീകരണത്തിന്റെ ദോഷങ്ങളിൽ നിന്ന് നമ്മുടെ ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. അതുമാത്രമല്ല, ശ്വാസകോശത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടി ആസ്മ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഇത് നല്ലതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഗുണകരമാണിത്. പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ വിറ്റാമിൻ ഇ സഹായിക്കുന്നുണ്ട്. പുരുഷന്മാരിൽ ബീജങ്ങളുടെ എണ്ണവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കുമ്പോൾ സ്ത്രീകളിൽ ആർത്തവചക്രം ക്രമപ്പെടുത്താനും ഇത് പ്രയോജനപ്പെടും. അപ്പോ ഇത്രയധികം ഗുണങ്ങളൊക്കെയുള്ള ഈ വിറ്റമിൻ ഇ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക? എങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം? നമുക്ക് നോക്കാം. എപ്പോഴും നല്ലത് ഭക്ഷണത്തിലൂടെ തന്നെ വിറ്റാമിനുകൾ നേടുന്നതാണ്. വിറ്റാമിൻ ഇയുടെ കാര്യത്തിൽ ഗോതമ്പ് മുളപ്പിച്ചതിന്റെ എണ്ണ, അതായത് വീറ്റ് ജേം ഓയിൽ, പിന്നെ സൂര്യകാന്തി വിത്തുകൾ, ഇവയൊക്കെയാണ് ഏറ്റവും മികച്ച ഉറവിടങ്ങൾ. അതുകൂടാതെ ബദാം, നിലക്കടല പോലുള്ള നട്ട്സുകളിലും ചീര, ബ്രൊക്കോളി പോലുള്ള പച്ചക്കറികളിലും ഇത് ധാരാളമുണ്ട്.
നിങ്ങളുടെ ഡയറ്റിൽ ഇവയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ഭക്ഷണത്തിലൂടെ ആവശ്യത്തിന് വിറ്റാമിൻ ഇ കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ സപ്ലിമെന്റുകളും ഒരു ഓപ്ഷനാണ്. സാധാരണയായി 200 മുതൽ 400 മില്ലിഗ്രാം വരെയാണ് ഒരു ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കാറ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊഴുപ്പിൽ അലിയുന്നത് കൊണ്ട് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുണങ്ങൾ ഒരുപാടുണ്ടെന്ന് കരുതി ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല, പ്രത്യേകിച്ച് വിറ്റമിൻ ഇയുടെ കാര്യത്തിൽ. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതെല്ലാവർക്കും ഒരുപോലെ സുരക്ഷിതമാണോ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിറ്റമിൻ ഇ സപ്ലിമെന്റുകൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണണം. ഉദാഹരണത്തിന്, നിങ്ങൾ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, അതായത് ബ്ലഡ് തിന്നറുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഗർഭിണിയാണെങ്കിൽ, കുട്ടികൾക്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ 3 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഡോക്ടറുടെ ഉപദേശം തേടണം. കാരണം ഇത് ഫാറ്റ് സോല്യുബിൾ ആയതുകൊണ്ട് അധികമായാൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യ പസിലിലെ ആ വിട്ടുപോയ കഷ്ണം ഈ ലളിതമായ വിറ്റാമിൻ ആയിരിക്കുമോ? നിങ്ങളുടെ ഭക്ഷണക്രമത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒന്നുകൂടി ചിന്തിക്കാൻ ഈ ഒരു ചോദ്യം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു.